ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഒരു വ്യക്തിയെ മനസ്സിൽ ഉദ്ദേശിക്കാം. ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള കറണ്ട് ഫീലിങ്സ് എന്താണ്, ഇപ്പോഴത്തെ ഒരു ഫീലിങ്സ് എന്താണ്, അല്ലെങ്കിൽ അവരുടെ ഇൻറ്റൻഷൻ എന്താണ്, നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിരിക്കുന്നതിൻ്റെ ഇൻറ്റൻഷൻ കാരണം എന്താണ്, അവരുടെ ഉദ്ദേശം എന്താണ്, അവർ നിങ്ങളെക്കുറിച്ച് എന്താണ് ആലോചിക്കുന്നത് എന്നൊക്കെയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ റീഡിംഗ് കാണുന്നതെങ്കിൽ ഇതൊരു കളക്റ്റീവ് ആൻഡ് ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും റെസണേറ്റ് ആവണം എന്നില്ല. നിങ്ങളുടെ ലൈഫുമായിട്ട് റെസണേറ്റ് ആവാത്ത കാര്യങ്ങൾ ഫോഴ്സ്ഫുള്ളി റെസണേറ്റ് ആക്കാതിരിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇത് ഒരു കളക്റ്റീവ് ആൻഡ് ജനറൽ ടൈംലെസ് റീഡിംഗ് ആണ്. എപ്പോഴാണോ ഈ റീഡിംഗ് നിങ്ങളിലേക്ക് എത്തുന്നത് അപ്പോൾ തൊട്ടായിരിക്കും ഇത് വാലിഡേറ്റ് ആവാൻ പോകുന്നത് നിങ്ങളുടെ ലൈഫിൽ. ആൻഡ് ഇത് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക. നിങ്ങളൊരു റീഡിംഗ് കാണുന്നതിന് മുമ്പ് നിങ്ങളുടെ ബ്രീത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് ഒന്ന് റിലാക്സ്ഡ് ആയതിനു ശേഷം ആ റീഡിംഗ് കാണാൻ ശ്രമിക്കുക. അപ്പോഴായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ റെസണേറ്റ് ആക്കാൻ പറ്റുന്നത്. സോ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സ്പ്രെഡ് എടുത്തിട്ട് തിരിച്ചു വരാം. ഇപ്പോൾ ഞാൻ എൻ്റെ ഓഡിയൻസിന് വേണ്ടിയിട്ട് ഒരു 7 കാർഡ് സ്പ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എന്താണ് അവരുടെ കറണ്ട് തോട്ട്സ്, നിങ്ങളെക്കുറിച്ചുള്ള കറണ്ട് ആയിട്ടുള്ള ചിന്തകൾ എന്തൊക്കെയാണ്? ഓക്കെ, അവർ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അവർക്ക് എക്സ്പീരിയൻസ് ആവുന്ന ഫീലിങ്സ് എന്താണ്, അവർക്ക് തോന്നുന്ന ഫീലിങ്സ് എന്താണ്? അവർക്ക് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയണം എന്ന ആഗ്രഹമുണ്ടെങ്കിലും അവരിത് പറയാതിരിക്കുന്നു, എന്താണത്? നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു കണക്ഷൻ്റെ റീസൺ അല്ലെങ്കിൽ അതിൻ്റെ ഉദ്ദേശം എന്താണ്? അവരടുത്തതായിട്ട് ചെയ്യാൻ സാധ്യതയുള്ള ആക്ഷൻ എന്താണ്? അവർക്കിപ്പോഴുള്ള ബ്ലോക്കേജ് അല്ലെങ്കിൽ കൺഫ്യൂഷൻ എന്താണ്? ഉടനെ തന്നെ വരാൻ ചാൻസ് ഉള്ള ഒരു ഔട്ട്കം എന്താണ്? നിയറസ്റ്റ് ഫ്യൂച്ചറിൽ വരാൻ ചാൻസ് ഉള്ള ഒരു ഔട്ട്കം എന്താണ്? ഓക്കെ, സോ നിങ്ങളുടെ സ്പ്രെഡ് നമുക്കൊന്നുകൂടി അനലൈസ് ചെയ്ത് നോക്കാം. സോ ആ ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ കറണ്ട് തോട്ട്സ്, നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോഴുള്ള തോട്ട്സ് എന്താണ്? സോ ഈ ഒരു സമയത്ത് ആ ഒരു വ്യക്തി അവരുടെ തന്നെ ഉള്ളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അതായത് അവരുടെ ഫീലിങ്സും അവരുടെ ചിന്തകളും ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അവർക്ക് ചിലപ്പോൾ പല ചിന്തകൾ കൊണ്ടും ഇങ്ങനെ ഒന്ന് ഭാരപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും, ഓവർവെൽംഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയായിരിക്കാം, അല്ലെങ്കിൽ അവർക്കൊരു ഉറപ്പില്ലാത്തൊരവസ്ഥയായിരിക്കും. എന്തായിരുന്നു എൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയായിരുന്നോ വേണ്ടത് എന്നൊക്കെയുള്ള ഒരു അവസ്ഥയായിരിക്കും. അവർ ശരിക്കും അവരിലേക്ക് തന്നെ നോക്കി കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. സോ അവരുടെ ജീവിതത്തിലൊരു ക്ലാരിറ്റി കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. ഇങ്ങനെയാണോ കാര്യങ്ങൾ ചെയ്യേണ്ടിയിരുന്നത് എന്നൊക്കെ അവർ ആലോചിക്കുന്നുണ്ട്. ഓക്കെ, സോ ഈ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏത് ആക്ഷൻ എടുക്കുന്നതിന് മുമ്പും നന്നായിട്ട് ആലോചിക്കും. ആൻഡ് അവർ നിങ്ങളെ മനസ്സിൽ നല്ല രീതിയിൽ കൊണ്ടു നടക്കുന്നുണ്ട്. ഈ ഒരു വ്യക്തി നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള ഒരു വ്യക്തിയാണെങ്കിലും ഒക്കെ ഈ ഒരു വ്യക്തി ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് നല്ലതുപോലെ ആലോചിക്കുന്നുണ്ട്. സോ വളരെ ഇൻറ്റൻസ് ആയിട്ട് നിങ്ങളെക്കുറിച്ച് ആലോചിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് അദ്ദേഹം ആലോചിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു വ്യക്തി ആലോചിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ കാര്യങ്ങളെക്കുറിച്ചാണ് ആലോചിക്കുന്നത്. ഓക്കെ, സോ ഇപ്പോൾ നിങ്ങൾ തമ്മിലൊരു ഗ്യാപ്പ് ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങൾ തമ്മിൽ കോണ്ടാക്റ്റിൽ ഉണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് തമ്മിൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടായിട്ടുണ്ട്, മാനസികമായിട്ടൊരു അന്തരം ഉണ്ടായിട്ടുണ്ട്. മറ്റേയാൾ എന്ത് ചെയ്യുന്നു എന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല. സോ ഈ ഒരു വ്യക്തി ഒറ്റയ്ക്ക് ആളെക്കുറിച്ച് ആലോചിക്കുകയാണ്. ഇപ്പോൾ ആൾ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച്, ആളുടെ ലൈഫിനെക്കുറിച്ച്, ആളുടെ ആക്ഷൻസിനെ കുറിച്ച് എല്ലാം തന്നെ ആലോചിക്കുന്ന ഒരു സമയമാണിത്. നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് അവർക്കുണ്ടാകുന്ന എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, ഓക്കെ, നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന സമയത്ത് വളരെയധികം സന്തോഷിച്ച ആളുകളാണ്. നിങ്ങൾക്ക് വളരെയധികം സന്തോഷങ്ങളും അതുപോലെ ഒരുപാട് ജോയ്ഫുൾ ആയിട്ടുള്ള മൊമെൻറ്റ്സും ഒക്കെ നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ട്. ഒരുമിച്ചായിരുന്ന സമയത്ത് നിങ്ങൾ തമ്മിലൊരു കംഫർട്ട് ഉണ്ടായിരുന്നു, ഒരേ വീട് പോലെ അല്ലെങ്കിൽ ഒരു ഫീൽ ലൈക്ക് ഹോം എന്ന് പറയില്ലേ, അന്ന് പറഞ്ഞതുപോലെയുള്ള ഒരു എനർജിയാണ് നിങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നത്. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചുണ്ടായിരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് സെലിബ്രേഷൻസ്, ഒരുപാട് സന്തോഷങ്ങൾ, ഒരുപാട് നേട്ടങ്ങൾ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ഇതിൽ ഏറ്റവും പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ തമ്മിൽ ഒരു ഡീപ്പ് ഇമോഷണൽ കണക്ഷൻ ഇപ്പോഴും സ്റ്റിൽ ഉള്ളിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതൊരു വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സമയമായിരുന്നു. സോ ഈ ഒരു സമയത്തെക്കുറിച്ചൊക്കെ ഈ ഒരു വ്യക്തി ആലോചിക്കുന്നുണ്ടാവാം ഇപ്പോൾ. ഓക്കെ, ആ ഒരു സമയത്ത് എടുക്കേണ്ട ആക്ഷൻ ആയിരുന്നോ എടുത്തിരുന്നതെന്നൊക്കെ ഇപ്പോൾ ആലോചിക്കുന്നുണ്ടാവാം. സോ ഈ ഒരു സമയത്ത് നിങ്ങൾ രണ്ടുപേരും
വളരെ ഹാപ്പി ആയിട്ടിരുന്ന വ്യക്തികളാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ പോലും. ഓക്കെ, അവർക്ക് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയണം എന്നുണ്ട്, പക്ഷെ അവർ പറയാതെ ഇരിക്കുന്നുണ്ട്. അതായത് അവർക്ക് നിങ്ങളോട് ശരിക്കും പറയണം എന്ന ആഗ്രഹമുണ്ട്. അതായത് ഈ ഒരു ബന്ധം ഒരുപാട് കാലം നിലനിൽക്കണം എന്ന് ആഗ്രഹിച്ച ഒരു ബന്ധമാണ്. അതായത് ഒരു ലോങ് ടേം പൊട്ടൻഷ്യൽ ഉള്ള ഒരു ബന്ധമായിട്ടാണ് അവരിതിനെ കണ്ടിട്ടുള്ളത്. നിങ്ങളും അങ്ങനെ തന്നെയായിരിക്കും കണ്ടിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് ഒരു എന്താ പറയുക, മാനസികമായിട്ടുള്ള വളരെയധികം സന്തോഷവും, നിങ്ങളൊരു ഫാമിലി ആവാനായിട്ട് ചാൻസ് ഉള്ള ആളുകളായിരുന്നു. ഒരു റീയൂണിയൻ വേണമെന്ന് ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളോട് പറയുന്നില്ലെങ്കിൽ പോലും ആ ഒരു ഡീപ്പ് ലവ്, അത്ര സ്നേഹത്തിൽ, ആഴത്തിൽ ആ ഒരു സ്നേഹമുണ്ട്. പക്ഷേ എന്തൊക്കെയോ ചില കാരണങ്ങൾ കൊണ്ട്, അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ കൊണ്ടാകാം നിങ്ങളിൽ നിന്നിപ്പോൾ അകന്ന് നിൽക്കുന്നുണ്ട്. എന്തൊക്കെയോ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ. അപ്പോൾ അവർ പറയാൻ ആഗ്രഹിക്കുന്ന പക്ഷെ പറയാതിരിക്കുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അവർ ചിലപ്പോൾ നിങ്ങൾ ഉള്ള ഒരു ഡ്രീം ഫ്യൂച്ചർ കാണുന്നുണ്ടായിരിക്കും. അതായത് നിങ്ങൾ കൂടിയുള്ള ഒരു ഭാവിയെ അവർ കാണുന്നുണ്ടായിരിക്കും. ഓക്കെ, അതായത് ഇമാജിൻ ചെയ്യുന്നുണ്ടായിരിക്കും. നിങ്ങൾ രണ്ടുപേരും അവിടെ ഇമോഷണലി വളരെയധികം കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന, നിങ്ങളൊരു ഫാമിലി കെട്ടിപ്പടുക്കുന്ന ഒരു എനർജിയൊക്കെയാണുള്ളത്. അപ്പോൾ ഇവിടെ വളരെ സ്നേഹത്തോടെ നിങ്ങൾ രണ്ടുപേരും ലോങ് ടൈം ഒരുപാട് കാലം ജീവിക്കുന്ന ഒരു കാര്യമൊക്കെ അവർ ഇമാജിൻ ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷെ ഇതൊന്നും നിങ്ങളോട് പറയുന്നുണ്ടാവില്ല. നിങ്ങൾ തമ്മിലൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കാം. ഓക്കെ, ചില കാര്യങ്ങൾ, അതായത് ചില കൺഫെഷൻസ് അവർ പറയുന്നില്ല. ചില എന്താ പറയുക, കുമ്പസാരങ്ങളിൽ തെറ്റുപറ്റിപ്പോയി അത് ഏറ്റു പറയാനായിട്ട് അവർക്ക് ഇപ്പോൾ പറ്റുന്നില്ല. അവർക്ക് എന്തൊക്കെയോ ചില ബുദ്ധിമുട്ടുകളുണ്ടാവും. അത് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇപ്പോൾ ഇങ്ങനെ വരുന്ന ഒരു കാര്യം മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് അത് റിജക്റ്റ് ആവുമോ എന്നുള്ള ഒരു പേടിയുള്ളത് കൊണ്ട് അവർ ഹോൾഡ് ബാക്ക് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ. അവൾക്ക് പക്ഷേ പറയാതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ ആഗ്രഹം ഉണ്ട്. ഓക്കെ, ഈ ഒരു റിലേഷൻഷിപ്പിലുണ്ടായ ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞാൽ, സോ ഇവിടെ ഇപ്പോൾ ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ പാസ്റ്റ് പെയിൻ തന്നെയാണ്. മേ ബി ആ ഒരു വ്യക്തി നിങ്ങളെ നല്ലതുപോലെ ഹെർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയെ നല്ലതുപോലെ ഹെർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ട് രീതിയിലുണ്ടാവാം. അതായത് നിങ്ങൾ മേ ബി കുറേ ഈ ആൾക്ക് വേണ്ടിയിട്ട് സാക്രിഫൈസ് ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷേ നിങ്ങളൊരു ലിമിറ്റ് കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഇത് ഒരു അവസാനം വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് തിരിച്ച് ആളോട് റിപ്ലൈ ചെയ്തിട്ടുണ്ടാവാം. ഓക്കെ, എന്തെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ആളോട് തിരിച്ച് റിപ്ലൈ ചെയ്തിട്ടുണ്ടാവാം. അവിടെ ആളൊന്ന് പേടിച്ചിട്ടുണ്ടാവാം. അതുകൊണ്ടായിരിക്കും ഈ ഒരു ഹോൾ ബാക്ക് ഇപ്പോൾ പറയാതെ നിൽക്കുന്നത്. പക്ഷെ നിങ്ങളൊരു സമയത്ത് നല്ലപോലെ എൻജോയ് ചെയ്ത ആൾക്കാരുമാണ്, സന്തോഷിച്ച ആൾക്കാരുമാണ്. സോ ഈ ഒരു വ്യക്തി ഇപ്പോൾ മാറി നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ അവരിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ചില പഴയ മുറിവുകൾ അല്ലെങ്കിൽ ചില പാസ്റ്റ് എക്സ്പീരിയൻസ് ഒക്കെ ഇപ്പോഴത്തെ ഒരു ഇമോഷണൽ സ്ട്രഗിളിന് കാരണമാകുന്നുണ്ട്. ഇപ്പോൾ അവരുടെ ബിഹേവിയറിലും ഈ ഒരു ഹേർട്ട്, ഈ ഒരു വേദനിപ്പിച്ച, ഒന്നെങ്കിൽ അവർ നിങ്ങളെ വേദനിപ്പിച്ച തെറ്റായിപ്പോയി എന്ന് കരുതുന്നുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ അവരെ വേദനിപ്പിച്ചതിൽ അവർക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്നുണ്ടാവും. സോ അവർ വിചാരിക്കുന്ന ഇങ്ങനെ ഇനിയൊരു വേദന വേണ്ട എന്ന് വിചാരിച്ചിട്ടായിരിക്കാം ഇവർ മാറി നിൽക്കുന്നത്. അല്ലെങ്കിൽ അവർ വേദനിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഒരിക്കൽ കൂടി അങ്ങനെ ആവർത്തിക്കേണ്ട, അല്ലെങ്കിൽ അങ്ങനെ ഇനിയും സംഭവിച്ചാലോ അത് വീണ്ടും ഒരു പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിലേക്ക് പോകില്ലേ എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, സോ ഈ ഒരു വ്യക്തിക്ക് ഹീലിംഗ് ആണ് ആവശ്യം. ഓക്കെ, ഒരു മുന്നോട്ട് പോകുന്നതിന് മുമ്പ് ഹീൽ ചെയ്തിട്ടാണ് മുന്നോട്ട് പോവേണ്ടത്. ഇനി എന്താണ് നെക്സ്റ്റ് ആക്ഷൻ, പെട്ടെന്ന് ഉണ്ടായേക്കാവുന്ന ഒരു നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കിയപ്പോൾ ഒരു മേജർ ഷിഫ്റ്റാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഒരു പെട്ടെന്നൊരു മാറ്റം ഉണ്ടാവും, ഒരു സഡൻ മൂവ്മെൻറ്റ് ഉണ്ടാവാം. അതുപോലെ ഒരു നമുക്ക് ഡിവൈൻ ടൈമിങ്ങിലൊക്കെ വിശ്വസിക്കണം എന്ന് പറയില്ലേ, ഒരു ദൈവികമായ സമയമുണ്ട്. ആ ഒരു സമയമാകട്ടെ എന്ന് ആ ഒരു വ്യക്തി പ്രതീക്ഷിക്കുന്നുണ്ടാവും. പക്ഷേ ചില സമയത്ത് ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കാതെ ഈ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് കടന്നു വന്നേക്കാം. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്തെങ്കിലും സംഭവിക്കാനും സാധ്യതയുണ്ട്. പക്ഷേ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും, മൊത്തത്തിലൊരു മാറ്റം ഫീൽ ചെയ്തിട്ടുണ്ടാവും. അതായത് ആൾ സംസാരിക്കുന്നതിൽ, ആളുടെ എനർജിയിൽ, ആളുടെ പെരുമാറ്റത്തിലൊക്കെ ഒരു മാറ്റം നിങ്ങൾക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ എന്തൊക്കെയോ ചില മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സമയത്തായിരിക്കും ഇത് സംഭവിക്കുകയും ചെയ്യുന്നത്. ഈ ഒരു റീ എൻട്രി എന്ന് പറയുന്നത് അങ്ങനെ ഒരു സമയത്തായിരിക്കും സംഭവിക്കാനും ചാൻസ്. സോ ഇപ്പോൾ അവർ നിങ്ങളുടെ അടുത്തേക്ക് വരാത്തതിൻ്റെ, അല്ലെങ്കിൽ അവരുടെ ബ്ലോക്കേജസ്, അല്ലെങ്കിൽ അവരുടെ കൺഫ്യൂഷൻ എന്താണ്? സോ ഇവിടെ കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് പേടിയുണ്ട് എന്നുള്ളതാണ്. അവരുടെ ബ്ലോക്കേജ് അല്ലെങ്കിൽ കൺഫ്യൂഷൻ എന്ന് പറയുന്നത് പേടിയാണ്.
ഇവിടെ ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഇല്യൂഷൻ അവർക്ക് അങ്ങനെയൊക്കെ സംഭവിച്ചു, അവർ സ്വന്തമായിട്ട് ഇമാജിൻ ചെയ്ത് ഇങ്ങനെയൊക്കെ സംഭവിച്ചാലോ എന്നൊക്കെ പേടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർ ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട്, ഒരുപാട് ആലോചിച്ച് കൂട്ടുന്നുണ്ട്. ഇനി ഒന്നുകൂടി അവരുടെ മെൻ്റൽ കൺട്രോൾ നഷ്ടപ്പെട്ട് വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന അതായത് നിങ്ങളുടെ എനർജി എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് അവർ വറീഡാണ്. അല്ലെങ്കിൽ അവരുടെ പാസ്റ്റ് മിസ്റ്റേക്ക്, അവർ നേരത്തെ നിങ്ങളോട് ചെയ്ത കാര്യങ്ങൾ വീണ്ടും ആവർത്തിച്ചാലോ എന്നവർ പേടിക്കുന്നുണ്ടാവും. എന്തൊക്കെയാണെങ്കിലും അവരുടെ ഇമോഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഡീപ്പ് ഇമോഷനാണ്. അവരുടെ ഇൻസെക്യൂരിറ്റിയാണ് അവരിപ്പോൾ ഹൈലൈറ്റ് ആക്കുന്നത്. അവരുടെ ഇൻസെക്യൂരിറ്റീസിനെ കുറിച്ചാണ് അവർ കൂടുതലും ചിന്തിക്കുന്നത്. ഓക്കെ, അപ്പോൾ അവരുടെ ഉള്ളിൽ അവരെ ഒരു യുദ്ധം തന്നെ നടക്കുന്നുണ്ടെന്ന് പറയാം. അതായത് ഒരു ബാറ്റിൽ, അവരുടെ പേടികൾ തമ്മിലുള്ള ഒരു യുദ്ധം നടക്കുന്നുണ്ടെന്ന് പറയാം. അങ്ങനെയൊക്കെ സംഭവിച്ചാലോ എന്നുള്ള കാര്യം അവർ വല്ലാതെ ഭയക്കുന്നുമുണ്ട്. അപ്പോൾ ഉടനെ തന്നെ വരാൻ ചാൻസ് ഉള്ള ഒരു മാറ്റം എന്താണെന്ന് നോക്കിയപ്പോൾ ഈ വീൽ ഓഫ് ഫോർച്യൂണും അതുപോലെ ഈ ഒരു കാർഡും തമ്മിൽ നമുക്ക് നല്ല മാച്ച് ഉണ്ട്. അതായത് ഇവിടുത്തെ ഒരു ഔട്ട്കം എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ ഔട്ട്കമാണ്. കാര്യം ഇവിടെ ഒരു മ്യൂച്വൽ അട്രാക്ഷൻ നിങ്ങൾ തമ്മിൽ വരാനുള്ള ചാൻസ് ഉണ്ട്. ഒരു മ്യൂച്വൽ ലവ്, നിങ്ങൾ ഒരുപോലെ സ്നേഹിക്കുക എന്ന് പറയും. ഇപ്പോൾ നേരത്തെ നിങ്ങൾ ഒരാൾ കൂടുതൽ സ്നേഹത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, മറ്റേ ആളെ വേദനിപ്പിക്കുകയാണ് ചെയ്തതെങ്കിൽ ഇവിടെ ആ ഒരു എനർജി മാറി നിങ്ങൾ തമ്മിൽ പരസ്പരം ഒരേപോലെ സ്നേഹിക്കാനുള്ള ഒരു സമയം വരുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ പരസ്പരം മനസ്സിലാക്കാനുള്ള ഒരു സമയം വരുന്നുണ്ട്. ആൻഡ് നിങ്ങൾ തമ്മിൽ നല്ലൊരു ബന്ധം ഉണ്ടാവാനുള്ള ഒരു ചാൻസാണ്. നിങ്ങൾ മേ ബി സംസാരിച്ചേക്കാം, ഒരാൾ മറ്റേ ആളുടെ അടുത്ത് മാപ്പ് പറഞ്ഞേക്കാം, ഒരു റീകണക്ഷനുള്ള പോസിബിലിറ്റീസ് കൂടുതലാണ്. ഓക്കെ, സോ ഈ ഒരു യൂണിയൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെയധികം സന്തോഷവും സമാധാനവും റെസ്പെക്റ്റും ഒക്കെ തിരിച്ചു തരാൻ ചാൻസ് ഉള്ള, അല്ലെങ്കിൽ ഇമോഷണൽ ബാലൻസ് ഒക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു തരാൻ ചാൻസ് ഉള്ള ഒരു സമയം കൂടെയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു റീഡിങ്ങിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ എന്ന് പറയുന്നത്, നിങ്ങളിപ്പോൾ നോ കോണ്ടാക്റ്റിൽ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒരു വലിയ കണക്ഷൻ ഉണ്ടായിരിക്കില്ല ഈ ഒരു സമയത്ത്. ആൻഡ് നിങ്ങൾ ഒരിക്കൽ വളരെയധികം സന്തോഷിച്ച വ്യക്തികളായിരിക്കാം ഒരുമിച്ചിരുന്ന സമയത്ത്. ആൻഡ് അവർക്ക് ഈ ഒരു ബന്ധം ലോങ് ടേമിലേക്ക് പോകണം എന്ന ആഗ്രഹമുണ്ട്. പക്ഷേ അവരെ ചില കാര്യങ്ങൾ പിന്നോട്ട് വലിക്കുന്നുണ്ട്. അവർ മേ ബി നിങ്ങളെ ഹർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ആ ഹേർട്ട് ചെയ്ത കാര്യങ്ങൾ അവർക്ക് റീകളക്ട് ചെയ്യുമ്പം അവർക്ക് റിഗ്രറ്റ് കാണും. അവരെ തന്നെ ആലോചിക്കുന്നുണ്ട്, അവർ ചെയ്തത് ശരിയാണോ എന്നൊക്കെ അവർ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. മേ ബി ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അവർ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നിരിക്കാം. ഈ ഒരു സമയത്ത് അവരിൽ ഒരു ടോട്ടലായിട്ടുള്ള മാറ്റം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എങ്കിലും അവർ ഭയക്കുന്നുണ്ട്, ഈ ഒരു കാര്യങ്ങളൊക്കെ റിപ്പീറ്റ് ചെയ്യുമോ, പാസ്റ്റിലുള്ള മിസ്റ്റേക്കുകൾ വീണ്ടും ചെയ്യുമോ എന്നുള്ള പേടി അവർക്കുണ്ട്. പക്ഷെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ രണ്ടുപേർക്കും ഒരു പുതിയ തുടക്കം തന്നെ കാണുന്നുണ്ട്, ഒരു മ്യൂച്വൽ ഷെയറിങ് കൂടി കാണുന്നുണ്ട്. സോ ഇതാണ് ഇന്നത്തെ നിങ്ങളുടെ ഒരു റീഡിംഗ് എന്ന് പറയുന്നത്. ഇതിൽ നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തവ വിട്ടേക്കുക. സോ മറ്റൊരു റീഡിങ്ങിൽ നമുക്ക് വീണ്ടും കാണാം.